ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ശ്രീ ട്രാവൽസ്. നമ്മളിന്ന് ട്രാവലിങ്ങും ഫുഡും എല്ലാം ഇട്ട് നമ്മുടെ ഗോൾ കീപ്പർ ഫ്രണ്ട്സിനായിട്ട് വേണ്ടിയുള്ള ഏകൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ആകെ ഒരൊറ്റ കാര്യമാണ്. ഞാൻ ആസ് എ കീപ്പർ എൻ്റെ ഇരിക്കുന്ന കുറച്ച് ഇംപ്ലിമെൻറ്റ്സും കീപ്പർമാർക്ക് വേണ്ട ഏറ്റവും വലിയ ഇംപ്ലിമെൻറ്റ്സുമാണ് പറയാൻ പോണ. വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ വീഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ്, ഞാൻ ചീപ്പസ്റ്റ് ടു ഹയസ്റ്റിലാണ് പോണത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹയസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം ഏകദേശം പകുതി മാർക്ക് കഴിഞ്ഞതിന് ശേഷം നോക്കുക. കാര്യം അത്രയും നേരം എടുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ എൻ്റെ ലീസ്റ്റ് എക്സ്പെൻസീവായിട്ട് ഞാൻ പറയുന്ന സാധനമാണ് ഷിൻ ഗാർഡ്സ്. ഈ ഷിൻ ഗാർഡ്സ് സാധാരണ ഷിൻ ഗാർഡ്സാണിത്. നല്ല പ്രൊട്ടക്ഷനുള്ള ഷിൻ ഗാർഡ്സാണ്. ഞാനിത് 279 കണ്ടാണ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ 2 വർഷം കൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യാണ്. നല്ല അടിപൊളി സാധനമാണ് ഗൈസ്. ഇതിനകത്ത് ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ചില കീപ്പർമാർക്ക് ഈ ഷിൻ ഗാർഡ്സ് ഇഷ്ടപ്പെട്ടതില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ടൈറ്റർ എന്ന് പറഞ്ഞ സാധനം ഇടാറുണ്ട്, കേട്ട് കാണും. അതായത് ടൈറ്റർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ കാലിന് ചിലപ്പോൾ പിടിച്ചൊന്നും വരില്ല ഷിൻ ഗാർഡ്സ് ഇരിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ആൾക്കാർ കുറേ പേര് വേറബിൾ ഷിൻ ഗാർഡ്സ് ഇടുന്നതാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഈ ഷിൻ ഗാർഡ്സും കുറേയും കൂടെ നല്ല ക്വാളിറ്റിയാണ്. വേറബിൾ ഷിൻ ഗാർഡ്സ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. എന്നാൽ ഞാൻ പുതിയതായിട്ട് തുടങ്ങുന്ന കൂട്ടുകാർക്ക് ഇപ്പോഴത്തെ ഇതുപോലത്തെ ഷിൻ ഗാർഡ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. സാധാരണ ഇവിടുത്തെ കടയിൽ പോയി എടുക്കുന്നതോ ഓൺലൈനിൽ കൂടെ കസ്റ്റമർ റിവ്യൂസും പ്രൈസും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ നേരത്തെ വിശേഷിപ്പിച്ച ടൈറ്റർ എന്ന് പറയുന്ന സാധനം ആണ് നിങ്ങൾ സാധാരണ നമ്മൾ കാണുന്ന കീപ്പർമാരെല്ലാവരും ഇടുന്ന ഒരു പാൻറ്റില്ലേ, ഒരു പച്ച. ഇപ്പോൾ ഓരോ ടീമിൻ്റെ ജേഴ്സി അനുസരിച്ച് കീപ്പർമാരുടെ ജേഴ്സി അനുസരിച്ചിരിക്കും അവർ ടൈറ്റർ ഇരിക്കുന്നത്. ഇത് ഞാൻ സാധാരണ ഓൺലൈനിൽ നിന്ന് വരുത്തിയ ടൈറ്ററാണ്. ഈ ടൈറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 400 അത്ര 200 300 ആ ടൈമിനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സാധനമാണ്. കടയിൽ പോയോ ഓൺലൈനിൽ നിന്ന് കാണുന്ന കസ്റ്റമർ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്. ഷിൻ ഗാർഡ്സിൻ്റെ കൂടെ ഇട്ട ചില കീപ്പർമാർക്ക് പിടിക്കൂല എന്ന് പറഞ്ഞു. എനിക്ക് ആദ്യമേ ഷിൻ ഗാർഡ് ഇട്ട് വന്നപ്പം പിന്നെ കുഴപ്പമില്ല. പിന്നെ ശീലമായതിനു ശേഷം എനിക്ക് ആ കുഴപ്പമേ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഗോൾ കീപ്പറായിട്ട് നിന്നാൽ നിങ്ങൾക്ക് ടൈറ്റർ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. കാര്യം ലോങ് സോക്സ് ഇടുന്നതിനെ കാട്ടി ലോങ് സോക്സ് ഇച്ചിരി ലൂസായിട്ട് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകും. പക്ഷേ ടൈറ്റർ ഇട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വന്ന് വീണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം. നിങ്ങൾ എവിടെ വന്ന് വീണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ടൈറ്റർ ഉള്ളതിൻ്റെ നല്ല ഇതുമാണ്. ടൈറ്റർ ഉള്ളതുകൊണ്ട് കാലൊന്നും മുറിയയില്ല. നല്ല സ്ട്രെച്ചിനെസ് ഉള്ള സാധനമാണ് ടൈറ്ററൊക്കെ. നല്ല സിൽക്കി സ്മൂത്തുമാണ്. എത്ര കഴിവെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും കാണില്ല. അടുത്തത് ഗോൾ കീപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ ഗ്ലൗസ് വേണ്ടേ. അതെ, ഇതാണ് ഗോൾ കീപ്പറിൻ്റെ ഗ്ലൗസ്. ഇതെന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഇത് അടുത്ത സെറ്റിൽ കാണിക്കേണ്ട രണ്ടാമത്തെ ഏറ്റവും ഹയസ്റ്റിൽ വരുന്ന രണ്ടാമത്തെ താരത്തിലൊന്നാണ് ഗോൾ കീപ്പർ ഗ്ലൗസ്. നിങ്ങൾ ഒരിക്കലും ഇത് ചീപ്പാക്കരുത്, ഒരിക്കലും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈക്കൊക്കെ തിരിച്ചടിക്കൂലേ പന്തൊക്കെ, അതൊക്കെ ഭയങ്കര ഡേഞ്ചർ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് ഗോൾ കീപ്പർ ഗ്ലൗസ്. മെയിനായിട്ട് ഗോൾ കീപ്പർ ഗ്ലൗസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഇത് 3 വർഷം കൊണ്ട് ഉപയോഗിക്കുകയാണ്. നല്ല അടിപൊളി സാധനമാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണ്. ഇതിന് ഫിംഗർ വരെയുള്ള നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. കണ്ടോ, നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. നല്ല ലേറ്റക്സ് ഉള്ള ഇതാണ്. ഇതിനെയാണ് ലേറ്റക്സ് എന്ന് പറയുന്നത്. ഈ ലേറ്റക്സിനൂടെ ഇതാണ്ട് നല്ല അടിപൊളി വെൽക്കോ സ്ട്രാപ്പും ഉണ്ട്. അതുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ കയറ്റിയിട്ട് കറക്റ്റായിട്ട് കയറ്റി ഇറക്കുകയും ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണ്. ഇനി ഇതിന് ഒട്ടിപ്പ് കൂട്ടാൻ വേണ്ടി സാധാരണ ചില കീപ്പർമാർ ഉപയോഗിക്കുന്നതാണ് ഗ്ലൂ എന്ന് പറയുന്ന സാധനം. ആക്ച്വലി എനിക്കത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷേ ഇഷ്ടം പോലെ പേര് ഉപയോഗിക്കണം കണ്ടോളാണ്. പക്ഷേ ഞാനതിന് ഇന്ത്യയിൽ നോക്കിയപ്പോൾ ഇന്ത്യയുടെ റേറ്റ് കാരണം ഞാൻ വാങ്ങിച്ച വേറൊരു സാധനമാണിത്. ഈ സാധനത്തിൻ്റെ പേരാണ് ഗ്രിപ്പ് സ്ട്രോങ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനം ബ്രാൻഡ് ചെയ്തിരിക്കുന്നതനുസരിച്ച് ഗോൾ കീപ്പർ ഗ്ലൗസിൽ ഉപയോഗിക്കുന്ന സാധനമല്ല. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ അടിച്ചു വെക്കുമ്പോൾ കിട്ടാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ ഈ സാധനം നല്ല അടിപൊളിയാണ്. ഇതിന് ഏകദേശം 250-350 വരെയാണ് റേറ്റ് വരുന്നത്. ഇത് ഗ്ലൗസ് അടുത്തതായതുകൊണ്ട് കൊണ്ടാണ് ഇത് തന്നെ എടുത്തിട്ടത്. കാര്യം അതിന് ഇൻട്രൊഡക്ഷൻ ആയിട്ടല്ലേ ഇതിടാൻ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. എലമെൻ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സാധനമാണ്. ഗ്ലൗസിലടിക്കാൻ വേണമെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന അതുപോലത്തെ പ്ലെയേഴ്സിനും വേണമെങ്കിൽ കയ്യിലടിച്ചിട്ട് ഗ്രിപ്പ് കൂട്ടാൻ പറ്റുന്നത്. പക്ഷേ അങ്ങനെ ചെയ്തുകൊണ്ടെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. കാര്യം അത് ഇല്ലീഗലാവും. കാര്യം എന്ന് പറഞ്ഞാൽ കയ്യിൽ ഗ്രിപ്പ് കൂടിയാണെങ്കിൽ ബാറ്റും തെറിച്ച് പോകാതിരിക്കാം. പക്ഷേ അത് ഇല്ലീഗലാണോ എന്ന് എനിക്കറിയില്ല. കാര്യം ബേസ്ബോളിലൊക്കെ ബാറ്റിൽ പൈൻ ടാർ തേക്കുന്നത് ഗ്രിപ്പ് കൂട്ടുമെന്ന് പറഞ്ഞ് ഇല്ലീഗലാണ് ആക്ച്വലി. അപ്പം അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഗോൾ കീപ്പർ ഗ്ലൗസ് ഉപയോഗിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത്. ഞാനിപ്പോൾ കുറേ നാളുകൊണ്ട് ഈ കുപ്പി കുറേ വാങ്ങുന്നതാണ്. എൻ്റെ ഇനിയും കുപ്പികൾ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോഴത്തേക്കും ഈ ഗ്രിപ്പ് സ്ട്രോങ് എന്ന് പറയുന്ന സാധനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഗ്ലൗസിൽ നല്ല ഒട്ടിപ്പം കിട്ടുന്ന സാധനമാണ് ഗൈസ്. നല്ല ഒട്ടിപ്പുള്ള ഇതാണ്.
തേച്ചിട്ടൊരു 2 മിനിറ്റ് ഇരുന്നാൽ മതി, അപ്പോഴേ തന്നെ ഒട്ടിപ്പ് വന്നോളും. നല്ല അടിപൊളി സാധനമാണ്. അടുത്തതെന്ന് പറയുന്നത് ലീസ്റ്റ് എക്സ്പെൻസീവ് ആണെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. നമ്മുടെ ജേഴ്സികളിൽ ഏറ്റവും കൂടുതൽ ഇടുന്ന ഒരു സാധനമാണ് ഇത്. കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നു, ഇത് സ്ലീവാണ് ഗൈസ്, ഹാൻഡ് സ്ലീവ്. ഈ ഹാൻഡ് സ്ലീവിന് ഏകദേശം അത്രയ്ക്ക് പൈസ ഒന്നുമല്ല, 90 രൂപയ്ക്കൊക്കെയാണ് ഞാൻ അവിടുത്തെ സ്പോർട്സ് കടയിൽ ഇത് വാങ്ങിച്ചത്. ഈ തമ്പ് സ്ലീവ് ഉള്ളത് കേട്ടോ ഗൈസ് തന്നെ വാങ്ങാം. അപ്പോൾ തമ്പിൻ്റെ അവിടെ ഒരു കട്ട് കാണും, അതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈറ്റർ ഓൺലൈനിൽ കൂടെ വാങ്ങുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഹാൻഡിലിടുന്ന ടൈറ്ററുകൾ കാണാൻ സാധ്യത കാണും. അതും വേണ്ടി ഇടുമെങ്കിൽ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ സ്ലീവുകളാണ് തുടക്കത്തിൽ ഞാൻ പറയുന്നത് ഇടാൻ ബെസ്റ്റ് എന്ന്. ഇനി നമ്മുടെ ഏറ്റവും എക്സ്പെൻസീവ് സാധനം, ഒരിക്കലും ചീപ്പ് ഔട്ട് ചെയ്യാത്തതും നല്ല ക്വാളിറ്റിയും കസ്റ്റമർ റിവ്യൂ നോക്കി എടുത്ത എൻ്റെ ഏതൊരു സാധനമാണിത്. ഇതാണ് നിവ്യയുടെ എയർ സ്ട്രൈക്ക് ബൂട്ടുകൾ. ഞാനിപ്പോൾ 1 വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കുകയാണ്. നല്ല അടിപൊളി ബൂട്ടുകളാണ്, നല്ല മെറ്റീരിയലാണ്, നല്ല ഷൂ ലേസാണ്, നല്ല ഡിസൈനാണ്. ഈ ബൂട്ടിട്ട് ഞാൻ കുറേ നാൾ കളിക്കുന്നത്. നല്ല ബൂട്ട് ചോയ്സാണ്. നിങ്ങൾക്ക് വേറെ ബൂട്ടുകൾ എന്ന് പറഞ്ഞാൽ വെക്ടർ എക്സ്, നിവ്യയുടെയൊക്കെ നല്ല ബൂട്ടുകൾ അതല്ലാതെ നോക്കാൻ പറ്റും. നിവ്യയുടെ ഗോൾഡ്, പിന്നെ വേറെ ടൈപ്പ് എയർ സ്ട്രൈക്കുകൾ, അതൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഈ ബൂട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ 5ാമത്തെ ബൂട്ടെങ്ങാണ്ടാണ് ഗൈസ്. ഈ ബൂട്ട് ഇട്ടിട്ടാണ് ഞാൻ കുറേയും കളിച്ചിട്ടുള്ളത്. ഈ ബൂട്ടിട്ട് എനിക്ക് ശീലമായതുകൊണ്ടാണോ, പക്ഷേ ഈ ബൂട്ട് എനിക്ക് എന്താ പറയുക, ഒരു ഭയങ്കര ഫാമിലി ബോണ്ട് കണക്കിലാണ് ഈ ബൂട്ടിനോട് എൻ്റെ ഉള്ള സ്നേഹം. കാര്യം ഈ ബൂട്ടിട്ട് കളിച്ചത് എല്ലാത്തിനും ഇതുവരെ സ്ലിപ്പാവുകയോ അങ്ങനെയൊന്നുമില്ല. മാക്സിമം ഗ്രിപ്പിന് വേണ്ടിയുള്ള എല്ലാം തന്നെ ഉണ്ട് ഇതിൽ, കണ്ടോ. എല്ലാണ്ട് നിവ്യയുടെ ബ്രാൻഡിങ് അകത്തുണ്ട്. നല്ല അടിപൊളി ലേസസ് ആണ്, എല്ലാം അടിപൊളിയാണ്. പിന്നെ എൻ്റെ ബൂട്ടും ഏകദേശം ഗ്ലൗസും ഒരേ എന്താണ് ബ്രാൻഡുമാണ്, ഒരേ സബ് ക്വാണ്ടിറ്റിയാണ്. സബ് ക്വാണ്ടിറ്റി എന്ന് വെച്ചിട്ട് എയർ സ്ട്രൈക്ക് എന്നുള്ളതാണ്. ഇതാണ് നിവ്യയുടെ എയർ സ്ട്രൈക്ക് ബൂട്ട്സ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് നല്ല അടിപൊളി ബൂട്ട്സുകളാണ്. ഈ ബൂട്ടിട്ട് ഞാൻ കളിച്ചിട്ട് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ തുടക്കം എടുക്കുന്ന ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ്. ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടോ ആമസോണോ അങ്ങനെ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഡിസ്ക്ലെയിമർ, നിങ്ങളെ സാധാരണ ക്ലോത്തിങ് ബ്രാൻഡ് കമ്പനിയിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ എലമെൻറ്റ് സ്പ്രേ ഒക്കെ കിട്ടാവുന്നതാണ് കേട്ടോ. ഡിസ്ക്ലെയിമർ അല്ല, ഇതൊരു കാര്യമായിട്ട് പറയണം. ഇതുപോലത്തെ സ്പ്രേ ഒക്കെ വേണമെങ്കിൽ മിന്ത്രയിലോ അതിലൊക്കെ നോക്കുകയാണെങ്കിൽ കിട്ടാൻ പറ്റും എന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇത്. നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും ഇതിൻ്റെ റിവ്യൂവും എല്ലാം ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പിന്നെയും പോകുന്നു. സൈനിങ് ഔട്ട്.